യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണ്. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനാ. ഈ ലോകത്തിൽ ജനിച്ച സകല മനുഷ്യനും പാപികളാണ്. ഏതൊരു മതഗ്രന്ഥങ്ങളും പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യനും പാപികളാണ്. ഇനി ജനിക്കാൻ പോകുന്ന, പിറന്നു വീഴാൻ പോകുന്ന ആ മനുഷ്യരും ഇനിയും പിറന്നു വീഴാൻ പോകുന്ന തലമുറകളും പാപികളായിട്ടാണ് ജനിക്കുന്നത്. പാപം കൂടാതെ ഈ ഉലകത്തിൽ ജനിച്ച ഒരുവനേ ഉള്ളൂ, അത് സാക്ഷാൽ യേശുക്രിസ്തുവാ. ഇന്നേക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, യേശുക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു യേശുക്രിസ്തു ജനിക്കുമെന്ന്. യേശുക്രിസ്തു ജനിക്കുമെന്ന് വേദപുസ്തകം പറഞ്ഞതുപോലെ, പ്രവാചകന്മാർ അരുളി ചെയ്തതുപോലെ ഉലകത്തിൽ യേശുക്രിസ്തു ജനിക്കുവാനിടയായി തീർന്നു. യേശുക്രിസ്തു ജനിച്ചത് പാപത്താലല്ല, യേശുക്രിസ്തു ജനിച്ചത് പരിശുദ്ധാത്മാവിനാലാണ്. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് നിത്യദൈവമാകുന്ന രാജാതിരാജാവാകുന്ന യേശുക്രിസ്തു ഈ താന